നമ്മളൊരു ട്രൂത്തും ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു സത്യം പറയും, ഒരു നുണയും പറയും. നമ്മൾ 3 പേരല്ലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളതാണ്. പെട്ടെന്നാണ് നമ്മളിത് പറയാൻ പോകുന്നത്. ഓക്കെ, റെഡി? റെഡി. ഞാൻ സ്കൂളില് ക്ലാസ് റൂമിൽ വെച്ച് മുള്ളിയിട്ടുണ്ട്. ഓക്കെ, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുവല്ലേ? സത്യം എന്റെ ജീവിതത്തിൽ നടന്ന യാഥാർത്ഥ്യങ്ങൾ ഞാൻ അങ്ങനെ പറയണമല്ലോ. അത് നുണയാ, എനിക്ക് കേട്ടപ്പോ തന്നെ. അതെനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പറയില്ല. ഞാൻ ട്രൗസറിൽ മുള്ളിയിട്ടുണ്ട്. എന്നോട് ഇതൊന്നും പറയണമെന്ന് പറഞ്ഞിട്ട് ഏഞ്ചൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ 12ാം ക്ലാസ് ആയിരുന്നപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇറങ്ങിപ്പോയിട്ടുണ്ട്, എങ്ങോട്ടെന്ന് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. ട്രൗസറിൽ മുള്ളി ഏത് ക്ലാസ് പഠിക്കുമ്പോഴാണ്? 5ാം ക്ലാസ്. നേരത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അത് സ്കൂളല്ലേ, അപ്പൊ പിന്നെ ക്ലാസ് വരേണ്ട ആവശ്യമില്ലല്ലോ. ഏത് ടീച്ചറായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? സുനിത ടീച്ചർ. അങ്ങനെ ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല. ഇതെന്താണ് എന്റെ ടീച്ചറിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടെ? പക്ഷെ ഇത് നുണയാ. ഏതാ ഇതിലേതാ? നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ പറയാം. മുള്ളിയ കഥ നുണയാ, മറ്റേത് സത്യമായിരിക്കും. ഇറങ്ങിപ്പോയത് സത്യം. ആണോ? സത്യമാണോ? കേട്ടോ, യെസ്, ഞാൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചില്ലേ? ഡേവിഡ് ശരിയാണ്. ക്ലാസ്സിൽ മുള്ളിയ കഥ. ടീച്ചറിന്റെ ശരിക്കുള്ള പേര് പറ. സിബി മിസ്. ഒരു ട്രൂത്തും ഒരു നുണയും പറ. 1, ഞാൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് തല കറങ്ങി വീണിട്ടുണ്ട്. 2, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ മറ്റേ അസംബ്ലി പോയില്ലേ, എന്റെ കയ്യിൽ നിന്ന് പോയില്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സാധനങ്ങൾ തല ഇറങ്ങി വീണത് സത്യമാണ്. രണ്ടാമത് എന്ത് പറയാൻ പോകുന്നു? ഞാൻ ഇനി ഒരെണ്ണം കൂടി പറയും. ഇപ്പൊ ഏഞ്ചൽ പറ. അത് പറയണ്ട, കാരണം അത് പറഞ്ഞ ഞാൻ ഇപ്പൊ കണ്ടുപിടിക്കും. വേറെ പറഞ്ഞു. ഓക്കെ, ഞാൻ പറയുകയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു വിഷയത്തിന് തോറ്റിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ സംഭവം, എനിക്ക് ഇഷ്ടപ്പെട്ട കളറ് നീലയാണ്. ഇത് ഏത് വിഷയത്തിനാ തോറ്റത്? ഞാൻ കണക്കിന് ഞാൻ ഭയങ്കര. എത്രാം ക്ലാസ്സിലായിരുന്നു? ഞാൻ അത് സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ലേ. തോറ്റു പോയി എന്നുള്ളത് പണ്ടെങ്ങോ ഓർമ്മയുള്ള സാധനമല്ല പറഞ്ഞത്. കണക്കിന് നമ്മൾ എല്ലാരും തോറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യം. അതെ, കണ്ടോ, എല്ലാരും തോറ്റിട്ടുണ്ട്. എന്നാ ഞാൻ അത് പറയുന്നു. കണക്കിന് തോറ്റല്ലേ? കണക്കിന് തോറ്റ സത്യം. നീല കള്ളം. നീല കള്ളം. കള്ളത്തരം പറയാൻ പാടില്ല കേട്ടോ. നീ തോറ്റിട്ടുണ്ട്, സത്യം തോറ്റിട്ടുണ്ട്. അതെ, അത് പറഞ്ഞത് സത്യമാണെന്ന്. ഏഞ്ചൽ തോറ്റിട്ടുണ്ട് ഇല്ലേ? ഇല്ല, ഇല്ലേ, ഞാൻ തോറ്റിട്ടില്ല. അപ്പൊ ഇഷ്ടപ്പെട്ട നിറം നീലയാണോ? അല്ല. അപ്പൊ രണ്ടും ഞാനൊരു സത്യം പറയട്ടെ. രണ്ടും കള്ളമാണ് പറഞ്ഞത്. 2 സത്യം പറഞ്ഞത്. കള്ളത്തരം പറയാൻ പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഞാൻ